ഇത് നിങ്ങളുടെ ബില്ലല്ലല്ലോ. അയ്യോ, ഇതിപ്പോ ഞാൻ അടച്ചതാ. അതെങ്ങനെ? ഇതൊരു കോയയുടെ ബില്ലാ. ഓ, ഈ കോയയുടെ കറണ്ടാണ് നിങ്ങൾ മാർബിൾ ഒട്ടിക്കാൻ വേണ്ടി മോഷ്ടിച്ചതല്ലേ? അയ്യേ, കോയക്ക് എവിടുന്ന കറണ്ട്? അയാൾക്ക് തടിക്കച്ചവടം അല്ലേ? അയാള് തടിക്കച്ചവടോ വടിക്കച്ചവടോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഞങ്ങൾ ബോർഡുകാർ കറണ്ട് എടുക്കാൻ അനുവാദം കൊടുത്തത് കോയക്കാണ്. നിങ്ങൾ അവരോട് അന്വേഷിച്ചോ? ഇല്ല. ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചോ? ഇല്ല. അപ്പൊ ഇനി കോയ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുപ്പിക്കും. എന്റെ മേഡം, അയാൾ പറഞ്ഞ കാശ് കൊടുത്തിട്ടാ അയാളുടെ കയ്യിൽ നിന്ന് ആ വീടും സ്ഥലവും ഞങ്ങൾ വാങ്ങിയത്. എന്നിട്ടോ ഞങ്ങൾ രജിസ്ട്രേഷന് ഒരാഴ്ചക്ക് മുന്നേ അവിടുന്ന് തേങ്ങയും മാങ്ങയും എല്ലാം അയാൾ എടുത്തോണ്ട് പോയി. ആ സമയത്ത് ഈ കറണ്ടും കൂടി എടുത്തോണ്ട് പോവായിരുന്നില്ലേ? അവസാനം അയാൾ ടൈലൊട്ടിച്ചതിന്റെ പൈസ വരെ ഞാനല്ലേ ഇപ്പൊ അടച്ചത്. നിങ്ങൾ കാശിന്റെ കണക്കൊന്നും എന്നോട് പറയണ്ട. രാത്രിയും പകലും മഞ്ഞും മഴയൊക്കെ നോക്കി യൂണിറ്റിന് 12 രൂപയ്ക്കും 6 രൂപയ്ക്കും 4 രൂപയ്ക്കും പുറത്തുനിന്ന് കറണ്ട് മേടിച്ച് നിങ്ങൾക്ക് തരുമ്പോ പിന്നെ അതിൽ നിന്ന് കക്കാനും മോഷ്ടിക്കാനും നിൽക്കരുത്. നിങ്ങളുടെ കറണ്ട് ഉടനെ കട്ടാക്കും. അയ്യോ, കട്ടാക്കൂലെന്ന് സത്യശീലൻ സാറ് പറഞ്ഞല്ലോ. ചുമ്മാ പറഞ്ഞതേ ഉള്ളോ? അല്ല, 15 ഞാൻ അവിടെ കൊടുത്തു. ഓ, സാറ് ആണല്ലോ. പക്ഷെ ഇവിടെ വേണം കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ. നിങ്ങളുടെ പ്രമാണത്തിന്റെ കോപ്പി, പഞ്ചായത്തിൽ നിന്നുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, പുതിയ എഗ്രിമെന്റ്, ഇതെല്ലാം ശരിയാക്കണം. നിങ്ങൾ സബ് എഞ്ചിനീയറെ കണ്ടായിരുന്നോ? ഇല്ല. ഓവർസിയറെ കണ്ടോ? ആദ്യം അവരെയൊക്കെ പോയി പ്രത്യേകം കാണണം. മാഡം, പ്രത്യേകം കാണണോ? പിന്നെ വേണ്ടേ? നിങ്ങളുടെ വീട്ടിലെ സിറ്റ് ഔട്ടിനും അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ ഒറ്റ സ്വിച്ചിലാണോ ബൾബൊക്കെ കത്തണ? അതല്ല. അതുപോലെ ഇതൊരു ബോർഡാണ്. ഇവിടെ എല്ലാ ബൾബും പ്രത്യേകം കത്തിക്കണം. നിങ്ങക്ക് പറ്റൂല്ലെങ്കിൽ ഞാൻ ഒറ്റയടിക്ക് കത്തിക്കാം. അയ്യോ, ഒറ്റയടിക്ക് കത്തിച്ചാ എല്ലാം എരിഞ്ഞു പോവില്ലേ? എങ്ങനെ ഇരിയാനാ? അതിനല്ലേ സർക്കാർ ഞങ്ങളെ കമ്പനിയാക്കാൻ പോണേ. കമ്പനിയോ? കേട്ടിട്ടില്ലേ? അല്ല, ഈ തീപ്പെട്ടി കമ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും കമ്പനിയാക്കാൻ പോവാ? തീപ്പെട്ടിയിൽ ഒരച്ചാ കത്തും. ഞങ്ങളുടെ ബില്ല് വരുമ്പോ നിങ്ങളുടെ ഉള്ളു കത്തും. അത്രേ ഉള്ളൂ വ്യത്യാസം. മേഡം, അല്ലെങ്കിൽ തന്നെ ഇവിടെ എരിഞ്ഞായിരിക്കുന്നേ. താനൊരു സ്ത്രീ ആയതുകൊണ്ടും ഞാനൊരു മഹിളയായതുകൊണ്ടും ഒരു 10,000 രൂപ താ. ബാക്കി എല്ലാവരുടെ കാര്യം ഞാനപ്പം ശരിയാക്കാം. 10,000 രൂപ വേണോ? വേണ്ടി വരും. എൻ്റെ അടുത്തിന് ആകെ 5,000 രൂപയേ ഉള്ളൂ. ശരിക്കും തപ്പി നോക്കാം, അതിനകത്ത് ഉണ്ടാകും. സത്യമായിട്ട് അതെ. മാഡം വേണമെങ്കിൽ നോക്കിക്കോ. ഈ ബാഗിൽ ഇനി 5,000 രൂപയേ ഉള്ളൂ. അത് ഞാൻ തരാം. എന്നാ എടുക്കുള്ളതാവട്ടെ. ഇനി ഞാൻ വരണ്ടല്ലോ. എന്തിന്? എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഞങ്ങളുടെ കൺസ്യൂമർ നമ്പർ കിടക്കണേ. ഇതുവരെ ഞങ്ങൾ മാറ്റിയിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ എന്തിനാ എൻ്റെ ഈ പൈസ മേടിക്കുന്നേ? അത് മോഷ്ടിച്ചതിന്. അതെ, വീട്ടിൽ കുറച്ച് ടൈലും കൂടി ഇനി ഒട്ടിക്കാനില്ലേ? വേഗം ഒട്ടിച്ചോ, ആരും അറിയണ്ട കേട്ടോ. അന്ന് ഇരിക്കണ്ട പൊക്കോ.